അസാമിൽ മുസ്ലിം ഭൂരിപക്ഷം 40% കടന്നതായി മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ. ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റമാണ് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കാൻ കാരണമെന്നും ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു. 1951 മുസ്ലിം ജനസംഖ്യ കേവലം 12% അസാം മുഖ്യമന്ത്രി അറിയിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, അസാമിൽ മുസ്ലിം ജനസംഖ്യയിൽ വലിയ വർധനവ് തന്നെ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് 40% വർധനവാണ് വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി തന്നെ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. കുടിയേറ്റമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ. ഗൗതം. വിനോദ, അസാമിൽ വർഷങ്ങളായി തന്നെ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം വലിയ സാമൂഹിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. പലപ്പോഴും അവിടെ വർഗീയ കലാപങ്ങൾ പോലും ഉണ്ടായിട്ടുള്ളത് ഈ അനധികൃത കുടിയേറ്റം മൂലമാണ്. ഇപ്പോൾ അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ചൂണ്ടിക്കാണിക്കുന്നത് അസാമിൽ 40% മുകളിലേക്ക് മുസ്ലിം ജനസംഖ്യ എത്തി എന്നതാണ്. 1951 കാലത്ത് കേവലം 12% മുസ്ലിം ജനസംഖ്യയാണ് ഇപ്പോൾ 40 എത്തി നിൽക്കുന്നത്. അതായത് അത്രത്തോളം ഭീകരമായ കുടിയേറ്റം കോൺഗ്രസ് ഭരണകാലത്തും മറ്റും സംഭവിച്ചു. ഈ കുടിയേറ്റം വലിയ സാമൂഹിക വിഷയമായി അസാമിൽ മാറാൻ പോകുന്നു എന്നാണ് അസാം മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം കോൺഗ്രസിനെ ഈ വിഷയത്തിൽ വിമർശിക്കുന്നുമുണ്ട്. ഇത്തരം കുടിയേറ്റക്കാർ എല്ലാ കാലഘട്ടങ്ങളിലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ്. ഈ കോൺഗ്രസ് വോട്ട് ബാങ്കിൽ വരുന്ന ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ് അസാമിലെ എല്ലാ സംഘർഷങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന വിമർശനവും അസാം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, വളരെ വർഷങ്ങളായി തന്നെ അസാമിൽ ഈ കുടിയേറ്റം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് വളരെ സങ്കീർണമാകുന്നു എന്ന മുന്നറിയിപ്പാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ നൽകുന്നത്. വിനോദ്, തീർച്ചയായും അസാമിൽ വലിയ കുടിയേറ്റം നടക്കുന്നു. കുടിയേറ്റത്തിൻ്റെ ഭാഗമായി മുസ്ലിം ജനസംഖ്യയിൽ 40% വർധനവ് തന്നെ വന്നിരിക്കുന്നു. അത് ഔദ്യോഗികമായി അസാം മുഖ്യമന്ത്രി തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ.